നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ കേരളം കണ്ടതും കേരളം കേട്ടതും റിപ്പോർട്ടർ ടിവിയിലൂടെയാണ്. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, 8.5 വർഷത്തെ കാത്തിരിപ്പാണ്. ഇനി മണിക്കൂറുകൾ മാത്രം. ഈ രാവ് പുലർന്നാൽ അതിജീവിതയ്ക്കൊപ്പം കേരളം മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ വിധിയാവും. ആ വിധിയെ രേഖപ്പെടുത്തുക ഇന്ത്യയിലെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗത്തിൻ്റെ വിധിയായിട്ടാണ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെല്ലാം ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകളാണ്. ഇരയാക്കപ്പെട്ടതൊരു നടി, ആ വേട്ടക്കാരനായി FIR-ൽ ചേർക്കപ്പെട്ടിരിക്കുന്നത് സിനിമയിലെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്ന ഒരാൾ. വിധി അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഋഷി അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് കേരള സമൂഹം ഒന്നാകെ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഏതാണ്ട് 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം 2021 ബാലചന്ദ്രകുമാർ റിപ്പോർട്ടിലൂടെ നടത്തിയ സുപ്രധാന വെളിപ്പെടുത്തൽ, അതിനുശേഷം റിപ്പോർട്ടർ പുറത്തുവിട്ട പ്രധാനപ്പെട്ട തെളിവുകളൊക്കെയുണ്ട്. അതാണ് ഈ സംഘത്തിന് ആത്മവിശ്വാസം പകർന്നതും. അങ്ങനെ സുപ്രധാന തെളിവുകൾ അത് പൊതു ഇടത്തിലുണ്ട്. പൊതുസമൂഹം ഒന്നാകെ ചർച്ച ചെയ്തതാണ് ഈ കേസിലെ 8ാം പ്രതിയായ ദിലീപിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന്. ദിലീപ് ഈ ഗൂഢാലോചനയുടെ സൂത്രധാരനാണെന്ന് പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷയും. എന്താണ് ദിലീപിൻ്റെ വൈരാഗ്യത്തിന് കാരണമെന്നതിനടക്കമുള്ള തെളിവുകൾ, അത് ദിലീപിൻ്റെ ശബ്ദം, ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ ശബ്ദമായും ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സുരാജിൻ്റെ ശബ്ദമായും അവരുടെയൊക്കെ വാട്സപ്പ് ചാറ്റുകളായും ദിലീപിൻ്റെ സംഘത്തിലെ അഭിഭാഷകരുടെ ശബ്ദവും, അങ്ങനെ നിരവധി തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ ക്രൂരമായ പീഡനത്തിനിരയായ ആ യുവനടി പിന്നീട് ആത്മാഭിമാനത്തോടെ താൻ അല്ല ഈ പുറത്തിരിക്കേണ്ടത്, ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞ പൊതുരംഗത്തേക്ക് കടന്നു വന്നത്, അവർക്ക് ആത്മധൈര്യം പകർന്നത് റിപ്പോർട്ടർ നടത്തിയ പോരാട്ടമായിരുന്നു. ആ തെളിവുകളാണ് അവർക്ക് ആത്മധൈര്യം പകർന്നതും അവർ തിരിച്ച് മലയാള സിനിമയിലേക്ക് വന്ന് താൻ അതിജീവിതയാണെന്ന് പ്രഖ്യാപിച്ചത്. ഒരു ഘട്ടത്തിൽ അതിജീവിതയല്ല അപരാജിതയാണെന്ന് എഴുത്തുകാരനായ ടി പത്മനാഭൻ ഈ യുവനടിയെ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മലയാള സിനിമയുടെ ചലച്ചിത്ര ഇതിൽ തിരുവനന്തപുരത്ത് വെച്ച് ഈ നടിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാരും ആ പെൺകുട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്നു. അത് ഒരു പക്ഷേ കേരളത്തിലും വിവിധ ഇടങ്ങളിലുമായി പീഡനത്തിന് ഇരയായ പെൺകുട്ടികൾക്ക് ആത്മധൈര്യം, അവരുടെ പോരാട്ടത്തിന് ആത്മധൈര്യം പകർന്ന ഒരു ഇടപെടൽ കൂടിയായിരുന്നു ഈ അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒട്ടനവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞതാണ്. കേസ് അട്ടിമറിക്കാൻ ദിലീപും സംഘവും നടത്തിയ ശ്രമങ്ങൾ, സാക്ഷികളെ മൊഴിമാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വകവരുത്താൻ നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ ഡിജിറ്റൽ തെളിവുകളായും അല്ലാതെ മൊഴികളായും അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിലവിലെ 10 പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം പൊതുസമൂഹം അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ഈ തെളിവുകളിൽ ഭൂരിഭാഗവും റിപ്പോർട്ടർ TV തന്നെ ഏതാണ്ട് ഒരു 2 വർഷക്കാലം, അത് 2017 മുതൽ 2020 വരെയുള്ള ആ കാലഘട്ടത്തിൽ, ഏതാണ്ട് ആ കാലഘട്ടത്തിൽ, അതിനുശേഷം 2021 ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയതിനു ശേഷം ബാലേന്ദ്രകുമാർ തന്നെ റെക്കോർഡ് ചെയ്ത പല ശബ്ദരേഖകൾ അത് ദീർഘകാലമായി റിപ്പോർട്ടർ ഓരോ ദിവസങ്ങളായി പുറത്തുവിട്ടു. പിന്നീട് മെമ്മറി കാർഡ്, അതിലെ ദൃശ്യങ്ങൾ പോലും പകർത്തപ്പെട്ടോ എന്ന സംശയമുണ്ടാക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ പോലും പുറത്തുവിട്ടത് റിപ്പോർട്ടറായിരുന്നു. അത് വലിയ ഗൂഢാലോചന അതിനകത്ത് നടന്നു എന്ന ഒരു സംശയം പുറത്ത് ഉണ്ടാവുകയും ചെയ്തു. മാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശം എങ്ങനെ എത്തിച്ചേർന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ദൃശ്യങ്ങൾ എത്തിയതിൻ്റെ തെളിവ് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി മാത്രമല്ല, ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ലഭിച്ച ഈ പീഡനത്തിൻ്റെ കൃത്യമായ രേഖകൾ, അതിൻ്റെ ഓരോ ശബ്ദവും, ആ പീഡന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശബ്ദങ്ങൾ, അതിൻ്റെ സംസാരങ്ങൾ എല്ലാം കൃത്യമായി സെക്കൻഡ് ബൈ സെക്കൻഡായി അവിടെ നോട്ട് ചെയ്തിരിക്കുന്നു. അതെങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തണമെങ്കിൽ ആ ദൃശ്യങ്ങൾ അവരുടെ കൈവശമുണ്ടാകണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ഈ കുറ്റം താൻ ചെയ്തിട്ടില്ലെന്നും പൾസർ സുനിയുമായി ബന്ധമില്ലെന്നും ദിലീപ് ആവർത്തിക്കുമ്പോഴും എന്തിനാണ് കേസ് അട്ടിമറിക്കാൻ ഈ ശ്രമിച്ചത് ദിലീപ് എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴും 8ാം പ്രതിയായ ദിലീപിന് നൽകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ, കാത്തിരിക്കാം റോഷി. ഇതൊരു വലിയ പോരാട്ടമാണ്. റിപ്പോർട്ടറിനെ സംബന്ധിച്ചും അതൊരു വലിയ പോരാട്ടമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിപ്പോർട്ടറിനെതിരെ നിരവധി തവണയാണ് കുറ്റാരോപിതൻ കോടതിയിൽ പോയത്. പല കേസുകളും നമുക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാമുള്ള ഉത്തരം നാളെ കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.